ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഈ രാജ്യത്ത് ഇന്ന് സംഭവിച്ച നടുങ്ങിയ ഒരു വസ്തുത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് കടന്നു വന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഇന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ കാണാപ്പാടമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുത. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടി പലതരത്തിലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വികാസം നമ്മുടെ രാജ്യത്തിൽ സംഭവിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വികാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഇതൊക്കെ ഉപയോഗപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിൽ പല ഋഷിവര്യന്മാരും അതിന്റെ തുടക്കം കുറിച്ച് വെച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയാം. പല ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഒക്കെ അതിൻ്റെതായ കാര്യങ്ങൾ പറയുന്നു. ഉദാഹരണത്തിന് ഈ നമ്മുടെ മഹാഭാരതം എഴുതിയത് മഹാഗണപതിയാണെന്ന് ഉള്ളൊരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ഇതിഹാസം, ഒരു ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. വ്യാസൻ പറഞ്ഞു കൊടുത്ത് മഹാഗണപതി എഴുതിയ, ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ് പവറുള്ള വ്യക്തിയായിട്ട് നമ്മൾ വാഴ്ത്തുന്നത് ഗണപതിയാണ്. ആ ഗണപതി തന്നെ ഗണപതി പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വസ്തുതകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളത് മനോഹരമായ ഒരു കണ്ടെത്തൽ ആണ്. ഭാരതീയ സംസ്കാരത്തിനെ സങ്കല്പിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പക്ഷെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹരിയാനയിൽ 19 വയസ്സുകാരനായ രാഹുൽ എന്ന് പറയുന്ന യുവാവ് ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. ഇതിന്റെ കാരണം അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള സാഹിൽ എന്ന് പറയുന്ന വ്യക്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വളരെയധികം കഴിവുള്ള ഒരു യുവാവായിരുന്നു. അദ്ദേഹം ഈ രാഹുലിന്റെ സഹോദരിമാരുടെ ചിത്രം വാട്സപ്പ് വഴി ഹാക്ക് ചെയ്തെടുക്കുകയും ആ സഹോദരിമാരുമായിട്ട് രാഹുൽ എന്ന് പറയുന്ന വ്യക്തി, ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം സഹോദരിയും സഹോദരനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അശ്ലീലമായിട്ടുള്ള വീഡിയോസും ചിത്രങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കുകയും അതിനുശേഷം രാഹുലിനോട് ഇത്ര ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാനത് ഡിലീറ്റ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും സമൂഹ മാധ്യമങ്ങളിലേക്ക് ഞാനത് പ്രചരിപ്പിക്കുമെന്നുള്ള ഒരു ഭീഷണിയാണ് സാഹിൽ എന്ന വ്യക്തി നടത്തിയത്. തന്മൂലം 19 വയസ്സുകാരനായിട്ടുള്ള രാഹുൽ എന്ന് പറയുന്ന യുവാവ് ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. ആലോചിച്ച് നോക്കുക, രാജ്യത്തിന്റെ വികാസത്തിനും അല്ലെങ്കിൽ ലോകത്തിന്റെ വികാസത്തിനും ഒക്കെ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ഒരു മഹാവസ്തുത, സയന്റിഫിക്കലി ഉള്ളൊരു മഹാവസ്തുത, ഞാൻ എപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടും അല്ലാത്തവരോടും ഒക്കെ ഞാൻ പറയാറുണ്ട്, സാഹിത്യവും ഭാഷയും ശാസ്ത്രവും സംസ്കാരവും ഒക്കെ വളരുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അപ്പോഴും ചില ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യങ്ങളുണ്ട്. ഈ പ്രാധാന്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നതെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയാണ് ഈ ഒരു അപകടത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിലൊരു അപകടം ഇനി എത്രയൊക്കെ നിലവിൽ സംഭവിക്കുമെന്നുള്ളത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മനോഭാവം സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല, എൻ്റെ ഏറ്റവും അടുത്ത ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഏറെ കാലങ്ങളായിട്ട് എൻ്റെ കൂടപ്പറപ്പിനെ പോലെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും എൻ്റെ സഹോദരിമാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് മോശമായിട്ടുള്ള രീതിയിൽ, അശ്ലീലപരമായിട്ടുള്ള രീതിയിൽ, സെക്സ്വൽ ടച്ചുള്ള രീതിയിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലയിൽ പിടിച്ച വ്യക്തികളുടെയൊക്കെ മനോഭാവങ്ങൾ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരോടും എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, ജെമിനി പോലുള്ള ആപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ചിത്രം നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് സേഫ് വി ആർ ഓൾസോ സേഫ്. നമ്മൾ കൊടുക്കുന്ന വ്യക്തി നമ്മളോട് സേഫ്നെസ് അല്ലെങ്കിൽ സേഫ്റ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതം ഏതൊക്കെ തലത്തിലേക്ക് മാറി മറിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിൽ നടന്ന ഈ ഒരു ഒറ്റ കേസ് മാത്രമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ എത്രയോ പേർ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ പുറത്ത് പറയാൻ പറ്റാതെ ഇന്നും 4 ചുവരുകൾക്കുള്ളിൽ വിങ്ങി പൊട്ടിക്കഴിയുന്ന യുവാക്കളും യുവതികളും ഒക്കെ ഉള്ള ഒരു രാജ്യമായിട്ട് ഭാരതം മാറുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ശാപം, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ശാപം, എല്ലാ തരത്തിലുള്ള വികാസങ്ങളും ഇവിടെ പ്രാപിക്കുന്നുണ്ട്. പക്ഷെ ആ വികാസത്തിന്റെ നെഗറ്റിവിറ്റിയെ മറ്റൊരു വിഭാഗം ഒരു സൈഡിൽ കൂടി പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രോത്സാഹനത്തിന് തടയിടുവാനുള്ള ഒരു മാർഗമായിട്ട് ഈ ഒരു വാർത്തയെ നിങ്ങൾ എല്ലാവരും കാണുക എന്ന് മാത്രമാണ്
ന്യൂസ് ഇന്ത്യക്ക് പറയുവാനുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഒക്കെ വികാസത്തിന് നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബന്ധങ്ങളെയും ജീവിതങ്ങളെയും നഷ്ടപ്പെടുത്തി, ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് സ്വയം ഉള്ള ഒരു ഉയർച്ച, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ജീവിതം വെച്ചുള്ള കളിയാകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ന്യൂസ് ഇന്ത്യയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.